എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ? അംബാനിയ? ഈ പാലക്കാട് നിങ്ങളുടെ മഹലിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? ഇവിടുത്തെ കോടീശ്വരന്മാരാണോ? അല്ല, നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങളുടെ മഹലിലെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? എന്താ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയും, നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ്. ഉസ്താദിന് ഇറച്ചിയില്ലാത്ത ദിവസമുണ്ടോ? ഉസ്താദ് പറയുന്നത് വേണ്ടാണ്. ഉസ്താദ് പറയുന്നത് വേണ്ട, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹുവാണ് കൊടുക്കുന്നവൻ. 5 നേരത്ത് നീ പള്ളിയിൽ പോയില്ലെങ്കിലും അദ്ദേഹം 1-ാമത്തെ സഫിലുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? അത് ഉസ്താദിന് തന്നെയാണ്. ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കറിയില്ല. ഏറ്റവും കുറഞ്ഞ ശമ്പളം നിങ്ങൾ അറിയോ? കിളയ്ക്കാൻ പോകുന്നവന് ശമ്പളം എത്ര? ഒരാശാരി മേച്ചിരിയുടെ കൂടെ പോകുന്നവൻ 1000 രൂപ കിട്ടൂല ഇവിടെയൊക്കെ. ഉസ്താദിന്റെ ശമ്പളം നിങ്ങൾക്ക് അറിയോ? ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം എത്ര? 1000 രൂപയാ? കൂട്ടി നോക്കടോ ചങ്ങാതി. ശമ്പളം ചോദിക്കുമ്പോൾ കമ്മിറ്റിക്കാരുടെ മുഖം ഒന്ന് കാണണം. അല്ലാഹു കാക്കുമാറാകട്ടെ. അവന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന് കൊടുക്കുന്ന പോലെ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ശമ്പളമൊക്കെ തിരസ്ഥാനില്ല. ഞാൻ പല പള്ളിയിലും പറഞ്ഞ, കൊറോണ വന്നപ്പോൾ ഉസ്താദിന്റെ ശമ്പളം പകുതി വെട്ടി. എന്താ ഉസ്താദ് പട്ടിണി കിടന്നോ? ഇല്ലട ചങ്ങാതി. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട എന്തറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. 42 രൂപ എങ്ങാണ്ട 1 കിലോ അരിക്ക്. ഉസ്താദ് പോയി ഫാത്തിഹ ഓതുമ്പോൾ 15 രൂപയ്ക്ക് കൊടുക്കൂല കേട്ടാ. അത് ഓർമ്മ വേണം, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം തുച്ഛമായ ശമ്പളമാണ് ഉസ്താദിനുള്ളത്. പക്ഷെ ഉസ്താദ് അൽഹംദുലില്ലാ കിട്ടുന്ന 15,000 ആണെങ്കിലും മക്കളെ പഠിപ്പിക്കും, ഭാര്യയ്ക്ക് സ്വർണം എടുത്തു കൊടുക്കും, വീട്ടു ചിലവ് നോക്കും, പാല് വാങ്ങും. പടച്ചവനെ, തൻ്റെ മക്കൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കും. അൽഹംദുലില്ലാ കറങ്ങി നടക്കും. എല്ലാം കഴിഞ്ഞാലും ഉസ്താദ് ബാങ്കിൽ കൊണ്ട് ബാക്കിയിടുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എങ്ങനെ? എന്തുകൊണ്ട്? നിസ്കരിക്കുന്നത് കൊണ്ട്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു പറയുകയാ, ഞാനാ റിസ്ക് തരുന്നവൻ, നീയല്ല. അള്ളാഹ് പറയും, ഞാൻ തരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജെ, അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ട, എൻ്റെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും ആര് കൊടുക്കും? നാളെ മുതൽ അപ്പൊ ഞാൻ ജോലിക്ക് പോകണമെന്നും വേണ്ട, അള്ളാഹ് തരുമെന്ന് പറഞ്ഞ് നിന്നാ മതിയോ? ചില ആണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? നല്ല ചോദ്യവാ. എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നീ മരിച്ചുപോയ ആര് കൊടുക്കും? നീ മരിച്ചുപോയ ഞങ്ങളുടെ ഖബറിൽ നിന്ന് പാഴ്സലേക്കോ? ഇല്ലല്ലോ. അള്ളയാ പറഞ്ഞത്, ഞാൻ തരാം. നട്ടലുണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. നിനക്ക് കയ്യും കാലം ഉണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകത്തുള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകത്തുള്ളൂ. ആ ആരോഗ്യം തരുന്നവനാരാ? അള്ളാഹ്. ഈ പള്ളിയുടെ മുമ്പിൽ കടയുണ്ട്, വീടുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ കയറാൻ വയ്യ. കടയിലിരുന്ന് കച്ചവടം. അപ്പോഴും പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ എൻ്റെ കച്ചവടം പോകുമല്ലോ ഉസ്താദേ, അതുകൊണ്ട് ഞാൻ കടയിലിരിക്കും. നീ ഇരുന്നോ ഇവിടെ. നിനക്ക് കട തന്നതാരാ? അല്ലാഹ്. കച്ചവടം തന്നതാരാ? അല്ലാഹ്. പണം തന്നതാരാ? അല്ലാഹ്. ആരോഗ്യം തന്ന ആരാ? അല്ലാഹ്. ആ അല്ലാഹ്ക്ക് ഒന്നുകൂടെ അറിയാം നിന്നെ യതീംഖാനയിലാക്കാനും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ്ക്ക് എല്ലാം അറിയാം. എടാ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹ്ന് തരാൻ മാത്രമല്ല അറിയണേ, നിന്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുമ്പിൽ വെള്ളിയാഴ്ച ഇരുത്തിയിട്ട് യാചിപ്പിക്കാനും പടച്ച റബ്ബിനറിയാം. ഓർത്തു വെച്ചോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.